നമസ്കാരം. പ്രധാന വാർത്തകൾ. കേന്ദ്ര നേതൃത്വത്തിന്റെ പൂർണ്ണ പിന്തുണ. സംസ്ഥാന അധ്യക്ഷനായി സുരേന്ദ്രൻ തന്നെ. കേരളത്തിലെ തർക്കത്തിൽ കെ സുരേന്ദ്രന് ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തിന്റെ പൂർണ്ണ പിന്തുണ. സംസ്ഥാന അധ്യക്ഷനായി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ തുടരട്ടെയെന്ന് കേന്ദ്ര നേതൃത്വം നിലപാടെടുത്തു. പാലക്കാട്ടെ തോൽവി സംബന്ധിച്ച് സുരേന്ദ്രൻ നൽകിയ റിപ്പോർട്ട് കേന്ദ്ര നേതൃത്വം അംഗീകരിച്ചു. പാലക്കാട്ടെ തോൽവിക്ക് പിന്നാലെ വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ സുരേന്ദ്രൻ രാജ്യസന്നദ്ധത അറിയിച്ചിരുന്നു. തോൽവിയുടെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു. ദേശീയ പ്രസിഡന്റ് ജെ.പി. നദ്ദ, സംഘടനാ ജനറൽ സെക്രട്ടറി ബി.എൽ. സന്തോഷ് എന്നിവരെയാണ് രാജ്യസന്നദ്ധത അറിയിച്ചത്. നവീൻ ബാബുവിന്റെ മരണം CBI അന്വേഷിക്കുമോ? ഹർജി ഇന്ന് വീണ്ടും കോടതിയിൽ. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന അന്വേഷണം തൃപ്തികരമല്ലെന്നും CBI അന്വേഷണം വേണമെന്നുമാണ് ഭാര്യ മഞ്ജുഷ ഹർജിയിൽ ആവശ്യപ്പെടുന്നത്. ഹർജിയിൽ തുടർ നടപടിക്രമങ്ങളുടെ ഭാഗമായി ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് തേടിയേക്കും. നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണോ എന്ന് സംശയമുണ്ടെന്നാണ് കുടുംബത്തിന്റെ നിലപാട്. പ്രതികളുടെ രാഷ്ട്രീയ സ്വാധീനവും കേസ് അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യത ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വളപട്ടണത്തെ വമ്പൻ കവർച്ച. കവർച്ചയ്ക്ക് ശേഷം തൊട്ടടുത്ത ദിവസവും കള്ളൻ ഇതേ വീട്ടിൽ. നിർണായക തെളിവുകൾ. കണ്ണൂർ വളപട്ടണത്ത് 1,300,000 പവൻ സ്വർണവും വജ്രാഭരണങ്ങളും കവർന്നതിന് തൊട്ടടുത്ത ദിവസവും കള്ളൻ ഇതേ വീട്ടിൽ കയറിയതായി പോലീസ്. CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമായത്. രണ്ടാം ദിവസവും വീട്ടിൽ ആളുണ്ടാകില്ലെന്നറിഞ്ഞാണ് മോഷ്ടാവ് എത്തിയതെന്ന് പോലീസ് പറയുന്നു. മോഷണത്തിനു പിന്നിൽ വീട്ടുകാരെ നേരിട്ടറിയുന്നവർ ഉണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. കേസിൽ അന്വേഷണം മറ്റു സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിച്ചു. കർണാടകയിലും തമിഴ്നാട്ടിലുമാണ് അന്വേഷണം നടക്കുന്നത്. KP മധു കോൺഗ്രസിലേക്ക്. നിർണായക നീക്കവുമായി സന്ദീപ് വാര്യർ. BJP-യിൽ നിന്ന് രാജിവെച്ച BJP മുൻ വയനാട് ജില്ലാ പ്രസിഡന്റ് KP മധുവിനെ കോൺഗ്രസിലെത്തിക്കാൻ നീക്കം. ഇതുമായി ബന്ധപ്പെട്ട് സന്ദീപ് വാര്യർ KP മധുവുമായി ബന്ധപ്പെട്ടു. കോൺഗ്രസിലേക്ക് ക്ഷണിച്ചുകൊണ്ടാണ് സന്ദീപ് വാര്യർ KP മധുവുമായി നിർണായക ചർച്ച നടത്തിയത്. സന്ദീപ് വാര്യർ ബന്ധപ്പെട്ടിരുന്നുവെന്നും ആലോചിച്ച് അറിയിക്കാമെന്ന് മറുപടി നൽകിയതായും KP മധു പറഞ്ഞു. BJP-യിൽ നിന്ന് രാജിവെച്ചതിന് പിന്നാലെയാണ് KP മധുവിനെ സന്ദീപ് വാര്യർ ബന്ധപ്പെട്ടത്. നടുറോഡിൽ വിദ്യാർത്ഥിനിയോട് പോലീസുകാരൻ ലൈംഗികാതിക്രമം. നാട്ടുകാർ പോലീസിന് കൈമാറി. വിദ്യാർത്ഥിനിയോട് പോലീസുകാരന്റെ ലൈംഗികാതിക്രമം. മലക്കപ്പാറ പോലീസ് സ്റ്റേഷനിലെ CPO ഷാജുവിനെതിരെയാണ് പരാതി. മുൻ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റായിരുന്ന വിദ്യാർത്ഥിനിക്ക് നേരെയാണ് ഇയാൾ ലൈംഗികാതിക്രമം കാട്ടിയത്. ചാലക്കുടി KSRTC ബസ് സ്റ്റാൻഡിൽ വെച്ച് ഷാജു തന്നോട് മോശമായി പെരുമാറിയെന്നാണ് വിദ്യാർത്ഥിനിയുടെ പരാതി. വിദ്യാർത്ഥിനി കോയമ്പത്തൂരിലേക്ക് പോകാനായി ബസ് സ്റ്റാൻഡിലെത്തിയതായിരുന്നു. അവിടെ വെച്ച് കുട്ടിയെ കണ്ട ഷാജു അപമര്യാദയായി പെരുമാറുകയും ഇതേ തുടർന്ന് കുട്ടി ഒച്ച വയ്ക്കുകയുമായിരുന്നു. കുട്ടി കരയുന്നത് കേട്ട് ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ ഇയാൾ ഒരു ഓട്ടോറിക്ഷയിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചു. എങ്കിലും നാട്ടുകാർ ചേർന്ന് ഇയാളെ പിടിച്ചു നിർത്തുകയായിരുന്നു. നാട്ടുകാർ തന്നെയാണ് ചാലക്കുടി പോലീസിനെ വിളിച്ചു വരുത്തി ഇയാളെ കൈമാറിയത്.